അതായത് ഇൻസ്പിരിറ്റോടെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഞാനും ജോജോച്ചനും ഇതാ ആലപ്പുഴ ജില്ലയുടെ എറണാകുളം ജില്ലയുടെയും ബോർഡറായിട്ടുള്ള അരുക്കുറ്റി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ഡോക്ടർ സിജു വിജയൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്നുള്ളത്. അദ്ദേഹം ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഹോമിയോ ഡോക്ടറാണ്. ഇവിടെ അരുക്കുറ്റി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ ആളുകളുടെ ഒരു ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ സിജുവിനെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്കിന്ന് പറയാനായിട്ട്. അദ്ദേഹം ഒരു ഫിലിം ഡയറക്ടറാണ്. ഡയറക്ടർ എന്ന് വെറുതെ പറയാൻ പറ്റത്തില്ല. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എല്ലാം ചെയ്യുന്നൊരു മനുഷ്യനാണ്. നിങ്ങൾ ഒരു പക്ഷേ ഇൻഷ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ മൂവിയുടെ എല്ലാമാണ് ഈ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന സിജു സാറ്. അപ്പോൾ നമുക്കിന്ന് സീസാറിൻ്റെ വിശേഷങ്ങളും സീസാറിൽ നിന്ന് നമുക്കിനി എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റുമെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സീസാറെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഇൻസ്പിരിറ്റോടെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. താങ്ക് യു ഫാദർ. ഒരു ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനും ഒരു ഡയറക്ടറും ഒരു ഡോക്ടറും ഒക്കെ ആയ സിജു സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കൂടുതലായിട്ട്. ഇപ്പോൾ നിങ്ങളിവിടെ വന്നത് മെയിനായിട്ടൊരു ഡോക്ടറെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ, അത് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖത്തെ അതിജീവിച്ച് ഡോക്ടറായ അല്ലെങ്കിൽ ഫിലിം മേക്ക് ചെയ്ത അങ്ങനെ അതായിരിക്കുമല്ലോ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അസുഖം എന്ന് പറയുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫിയാണ്. അത് 5 വയസ്സിൽ അത് കണ്ടുപിടിച്ചു. അങ്ങനെ പതിയെ ഗ്രാജുവലി ഇങ്ങനെ കൂടി വരികയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ബയോപ്സി ഈ അസുഖത്തിൻ്റെ ചെയ്യുന്നതും ഈ അസുഖമാണെന്ന് അറിയുന്നതും. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പരമാവധി ഒരു 12 വയസ്സ് വരെ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു 4.5 വയസ്സാണ് ഉള്ളത്. ബയോപ്സി ചെയ്യുമ്പോൾ 4.5 വയസ്സ് നഴ്സറി പഠിക്കുന്ന സമയം. ഇവിടെ പനങ്ങാട് മെരിയാലയം എന്ന് പറയുന്ന നഴ്സറി, അവിടെ ഒരു കോൺവെൻറ്റാണ്. അപ്പോൾ അച്ഛന് പക്ഷേ അതൊന്നും കേട്ടിട്ട് വലിയ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അച്ഛൻ പരമാവധി എന്നെ പഠിപ്പിക്കുക, അത് അച്ഛൻ അങ്ങനെ ആ ഒരു മൈൻഡാണ്. പഠനമാണ് ഉള്ള മെയിൻ, എല്ലാവരെയും അങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റുള്ള ഒരാളാണ്. അങ്ങനെ ആ പനങ്ങാട് തന്നെ തൊട്ടടുത്ത് ഉള്ള സ്കൂളിൽ ചേർത്ത് എല്ലാ ദിവസവും 2 കിലോമീറ്ററോളം വലിപ്പമുണ്ട് വേമ്പനാട് കായൽ. ഈ മഴയും ഒക്കെ ഉള്ള സമയത്ത് വള്ളം വലിച്ച് എന്നെ അനിയനെ അക്കരെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ പഠിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് പിടിച്ച് എണീക്കാൻ എല്ലാം ഒന്ന് പിടിക്കണം. നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് തന്നെ എണീക്കാം, പക്ഷെ പിടിച്ചൊക്കെ നമുക്ക് പതിയെ എണീറ്റൊക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ അസുഖം ഇങ്ങനെ കയറി വരുന്നു. ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബസ്സിൽ കയറുമ്പോൾ ബാഗും പിടിച്ച് കയറാൻ പറ്റാത്ത, അത് പതിയെ കൂടുവാണ്, ബാഗും പിടിച്ച് കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ വരാൻ തുടങ്ങി. അപ്പോൾ കൂടെ വന്ന് ബസ്സിൽ രാവിലെ കൊണ്ടുപോയി ആക്കിയിട്ട് പോരും, തിരിച്ച് വൈകിട്ട് വരും. പിന്നീട് ഡിഗ്രി മഹാരാജാസ് കോളേജിൽ ഇതുപോലെ തന്നെ ഞാൻ ആദ്യം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ ഒരു വാക്ക് ഉപയോഗിക്കുന്ന മെറിറ്റ് എന്ന് പറയുന്നത്, മെറിറ്റിലാണ് അഡ്മിഷൻ കിട്ടിയിട്ട് ഞാൻ അവിടെ കയറുമ്പോൾ, ഞാൻ അവിടെ അതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനായിട്ടൊരു പെയിൻറ്റിങ് മത്സരത്തിന് സ്കൂളിൽ നിന്ന് പോയപ്പോൾ മഹാരാജാസ് കയറി കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ കയറിയാൽ അറിയാം. ഇപ്പം റാമ്പൊക്കെ വന്നു. അന്ന് സെൻട്രൽ സർക്കിൾ എന്ന് പറയും മെയിൻ ക്യാമ്പസ്, അവിടെ സ്റ്റെപ്പുകൾക്കൊന്നും കൈവരിയില്ല. ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അത് കാണുന്നത് 12ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 17ാമത്തെ വയസ്സിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ സംഭവങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെ 3 കൊല്ലം, അതായത് ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് ടൗണിലേക്ക് പോവുക. ഈ ടൗണിൽ എങ്ങനെ 3 കൊല്ലം എനിക്ക് നിൽക്കാൻ പറ്റും? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും മിണ്ടണില്ല, ഭയങ്കര ടെൻഷനായി. മെയിൻ ഹോളിലെ ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയത്തിൽ സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ് ഈ 4 ബാച്ചിൻ്റെ ഇൻ്റർവ്യൂ ഒരേ സമയം നടക്കുക. മെയിൻ ഹോൾ വലിയ ഹാളാണ്. അപ്പോൾ അവരുടെ പാരൻസും ഉണ്ട്, ഈ കുട്ടികളും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ സ്റ്റേജിലൊരു 4-5 ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം 2 സൈഡ് സ്റ്റെപ്പുണ്ട്. ഒരു സൈഡ് സ്റ്റെപ്പ് കൊണ്ട് കയറി ഓരോ ടീച്ചേഴ്സിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അപ്പുറത്തെ സ്റ്റെപ്പ് വഴി ഇറങ്ങുക. അപ്പം ഞാൻ ഇരുന്നിട്ട് എണീക്കാൻ എനിക്ക് ആ സമയത്ത് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ആളുകൾക്ക് എനിക്കിപ്പോൾ ഒരു അപകർഷതാബോധമൊക്കെ ഉള്ളൊരു സമയം വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ബുദ്ധിമുട്ടി എണീക്കുന്നതൊക്കെ ഈ പുറകിലിരിക്കുന്നവരൊക്കെ കാണുമല്ലോ എന്ന് കരുതി ഞാൻ അച്ഛനോട് പറഞ്ഞു, ടെൻഷനിലാണ്. എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് ആ കോറിഡോർ പുറത്തൊരു വരാന്ത ഉണ്ട്, ആ വരാന്ത നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് എൻ്റെ പേര് വിളിക്കുന്ന സമയത്ത് ഞാൻ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി ഞാൻ ആദ്യം കാണുന്ന കാഴ്ചയിൽ തന്നെ ഞാൻ തകർന്നു പോയി. ആ സ്റ്റെപ്പിന് കൈവരിയില്ല. ഈ സ്റ്റേജിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിന് കൈവരിയില്ല. ഒരു 7-8 സ്റ്റെപ്പ് ഉണ്ട്, തടിയുടെ നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പ്, കൈവരിയില്ല. ഞാൻ അപ്പം തന്നെ അച്ഛനോട് തിരിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛനും കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു അവിടെ സ്റ്റെപ്പ്, അപ്പം ഞാൻ എടുത്ത് കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ആളുകൾ, ഈ
4 ബാച്ച് അത്രയും കുട്ടികൾ, അതിൻ്റെ പാരൻസ് ഒരു വലിയ ഹോള് നിറച്ച് അവരുടെ ഫ്രണ്ടിൽ എന്നെ എടുത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് അച്ഛനെ പരിചയമുള്ളൊരു സാറിനെ കാണുന്നു. അപ്പോൾ എന്താണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഇന്ന പോലെ അവന് ബുദ്ധിമുട്ട്, അവന് പഠിക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി അവൻ വേണ്ട. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ഇപ്പോൾ തന്നെ എഴുതി കൊടുത്തേക്കൂ, ആ സീറ്റ് വേണ്ട, ഇപ്പം ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന അടുത്തൊരാൾക്ക് കയറാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോകണം, അഡ്മിഷൻ എടുക്കാതെ തിരിച്ചു പോകണം. പക്ഷേ ഞാൻ പിന്നെ ഓർത്ത് ഇനിയിപ്പോൾ സാധാരണ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ പോലെ എൻ്റെ ലൈഫ് അങ്ങോട്ട് മാറും, ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ എന്നൊക്കെയുള്ള ചിന്ത. പക്ഷേ അച്ഛൻ ഞാനറിയാതെ വീണ്ടും കോളേജിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ ജമീല മാഡം ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഇങ്ങനെ കയറി ഇറങ്ങി അവസാനം ഒരു കുട്ടി, വയ്യാത്തൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിക്ക് ലാബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് BA വിഷയങ്ങളിലേക്ക് മാറണം. അങ്ങനെ മാറി ആ സീറ്റിൽ വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ തിരിച്ച് അഡ്മിഷൻ ഇരുന്നപ്പോൾ മഹാരാജസിൽ പ്രിൻസിപ്പൾ പറഞ്ഞു എഴുതി കൊടുക്കണം. കാരണം ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പ്രിൻസിപ്പളിനോ അവിടെ കോളേജിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റ് അവിടുത്തെ സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അഡ്മിഷൻ തരുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ എഴുതി കൊടുത്തു. നേരെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ടീച്ചറിനെ കണ്ടപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു 3 കൊല്ലം ലീവ് എടുത്തിട്ടാണെങ്കിലും ഞാനിവിടെ അവനെ എല്ലാ ദിവസവും ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ റീതാമ്മ എന്ന് പറഞ്ഞ മാഡം കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വേഗം പോയി ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്ത്, ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്, ഇനി അവൻ്റെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ പിന്നെ വരികയും പോവുകയും, അച്ഛൻ അവിടെ തൊട്ടടുത്ത് എൻ്റെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, തൊട്ടടുത്താണ് ഓഫീസ്. അപ്പോൾ അച്ഛൻ പോകുന്ന വഴിക്കും തിരിച്ച് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എന്നെ കാണാൻ വരും, ഹോസ്റ്റലിൽ വരും. എന്നാൽ പോലും കോളേജിലേക്ക് വരുന്നതും ഞാൻ എറണാകുളത്ത് പോകാത്ത ഒരു മൂലയില്ല. ഞാൻ തിരുവനന്തപുരത്ത് BHMS പഠിക്കുമ്പോൾ എറണാകുളത്ത് പോയ 2 കൂട്ടുകാർക്ക് ഇടവഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഫൈൻ ആർട്സ് ഹോളിൽ എത്തണം, അവർ നിൽക്കുന്നത് എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടെയാണ്, MCRV ഹോസ്റ്റലിൻ്റെ അവിടെ. ഈ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ റോഡ് വഴി അല്ലാത്ത വഴി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് ഒരു സന്തോഷമാണ്. കാരണം വെച്ചാൽ അവിടുത്തെ കൂട്ടുകാർ എന്നെ ഈ പതിയെ വെച്ച് നടക്കുന്ന എന്നെയും കൊണ്ട് അവർ ആ ഏരിയ മൊത്തം നടന്നിട്ടുള്ളത് കൊണ്ടാണ്. അവർക്ക് 5 മിനിറ്റ് പോകുന്നിടത്ത് 1 മണിക്കൂറോ അരമണിക്കൂറോ വേണം. എനിക്ക് നല്ല റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയമാണ് അരമണിക്കൂറും, അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറും വേണം. അങ്ങനെ ഞാൻ അവിടുത്തെ തിയേറ്ററുകളിൽ 200ഓളം സിനിമകൾ, ആ 3 വർഷം കൊണ്ട് ഞാൻ 200ഓളം സിനിമകൾ എറണാകുളത്തെ തിയേറ്ററുകളിൽ കണ്ടു. അത് എൻ്റെ സിനിമ പഠനത്തിന് ഒരു വലിയൊരു വിത്ത് പാകിയ ഒരു അനുഭവമാണ്. അതൊക്കെയാണ് എൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് നേരെ ഹോമിയോ കോളേജിലേക്ക് വരുന്നത്. അവിടെ എനിക്ക് സിനിമ ബാക്കപ്പ് എനിക്ക് അധികം കിട്ടിയില്ല. സിറ്റിയിൽ നിന്നൊരു 7 കിലോമീറ്റർ അകലത്ത് നേമത്ത് എന്ന് പറയുന്ന സ്ഥലം, നേമമാണ്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പിടിച്ച് നടക്കാം. മഹാരാജസിൽ പിന്നെ കൈവിട്ടൊക്കെ നടക്കായിരുന്നു. അവിടെ 2 പേരെ പിടിച്ചേ നടക്കാൻ പറ്റുള്ളൂ. ഒരു കയറ്റിറക്കമുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കോളേജിൽ അറിയാലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ അവർ നമ്മൾ മാറണം. അപ്പോൾ അത് അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ കൂടി മുന്നോട്ട് പോകാം. നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ഒരു കാലിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് നമ്മൾ കുറച്ചാൾ കിടന്നാൽ തീരെ വീക്കാവും. അപ്പോൾ അവിടെ ആ ചെറിയൊരു ചരിവും, ഇപ്പോൾ അനാട്ടമി ലാബിലേക്കൊക്കെ പോകുന്നൊരു ഒരു കുന്നിൻ്റെ ഒരു ചെറിയൊരു ഇറക്കമൊക്കെ ഇറങ്ങിയിട്ടാണ്. ഞാൻ കുന്നിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും തോന്നില്ല, എന്നാൽ പോലും ഒരു ചെറിയൊരു ഇറക്കമാണ്, ഒരു കുറച്ച് ദൂരം. അപ്പോൾ ഒരു ഇറക്കം ഇറങ്ങിയൊക്കെ ചെല്ലുമ്പോൾ അത് കാലിനൊക്കെ അറിയാതെ തന്നെ ബലം ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ നാട്ടിൽ വന്നു ക്ലിനിക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ പോലെ നടപ്പൊന്നും ഇല്ലാതായി. പിന്നെ നമ്മൾ വീട്ടിലാകുമ്പോൾ കൂടുതലും ഭക്ഷണവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു 2-3 വർഷം കൂടി ഞാൻ വീൽ ചെയറിലേക്ക് പോകാതെ നോക്കി. പിന്നീട് ചെയറിലിരിക്കേണ്ടി വന്നു. അങ്ങനെ പിന്നീട് 2012 കൂടി ക്ലിനിക്ക് ആരംഭിച്ചു. സിനിമയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യത്തത് റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയിട്ട് സർഗോസ് എന്ന ഫിലിം ഫെസ്റ്റിവലിന് അനാമിക എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ്റെ കൂടെയാണ് ആദ്യത്തെ വർക്ക് ചെയ്തത്. തൊട്ടടുത്ത വർഷം മുതൽ ഹെഡ്ലൈൻ മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു 9 മൊത്തം 10 വർക്ക് ചെയ്തു. ബാക്കി വർക്കുകളൊക്കെ സ്വതന്ത്രമായിട്ട് ചെയ്തു. 2019 ആദ്യത്തെ ഫീച്ചർ ഫിലിം ഇൻഷ ഏപ്രിൽ 15-ാം തീയതി വിഷു ദിനത്തിൽ ആരംഭിച്ചു. 2020 മാർച്ച് 20-ാം തീയതി ആദ്യത്തെ റിലീസിംഗ് ഡേറ്റ്. കോവിഡ് വന്നു, അത് മുടങ്ങി, 1 വർഷം കാത്തിരുന്നു. 2021 മാർച്ച് 19-ാം തീയതി പടം കേരളത്തിലെ തിയേറ്ററിൽ റിലീസ് ചെയ്തു, KSFDCയുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ഇപ്പോൾ 2ാമത്തെ സിനിമ അതേ തൊട്ട് പുറകെ റിട്ടേൺ ടു കാശ്മീർ എന്ന് പറയുന്ന സിനിമ ഹിന്ദി മൂവിയാണ്. ഒരു കാശ്മീരി പണ്ഡിറ്റ്, ഒരു അഭയാർത്ഥിയുടെ കഥയാണ്. റെഫ്യൂജി പുള്ളിക്കാരൻ തിരിച്ച് 33 വർഷത്തിന് ശേഷം ധനുഷ്കോടിയിൽ നിന്ന്, ഇപ്പോൾ പുള്ളി ധനുഷ്കോടിയിലാണ്, ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള പുള്ളിയുടെ തിരിച്ചുപോക്കിൽ പുള്ളിയുടെ പഴയ കാലങ്ങളും പുള്ളി താമസിച്ച ഇടങ്ങളുമൊക്കെ ഓർത്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇൻഷ ചെയ്തതും അതിൻ്റെ ഫണ്ട് കണ്ടെത്തിയതൊക്കെ
പെയിൻറ്റിങ്സ് വരച്ച് സെയിൽ ചെയ്തിട്ടാണ്. ഇതിൻ്റെയും പകുതി വരെ പെയിൻറ്റിങ്സ് ചെയ്തിട്ടായിരുന്നു. പിന്നീട് വന്ന ഒരു ചെറിയൊരു മുറിവും കാര്യങ്ങളും, ഒരു അധികം നേരം ഇരിക്കരുതെന്നൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആദ്യത്തെ സിനിമയുടെ തിരക്കഥയും ആദ്യ സിനിമ വരെ എത്തുന്ന എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയും കൂടി ചേർത്തിട്ട് വീൽ ടു റിയൽ എ ഡ്രീം ജേണി എന്ന പേരിലൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഒരു 4000 ബുക്ക് പോയാൽ എനിക്ക് ബാക്കി തീർക്കാനുള്ള ഫണ്ട് കിട്ടും. അതിലൊരു 3300 ബുക്കോളം ഇപ്പോൾ സെയിലായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട് വീൽ ടു റിയൽ എന്ന പേരിൽ തന്നെ. അപ്പോൾ ഇനിയൊരു കുറച്ച് പുസ്തകങ്ങളോട് ഒരു 800 പുസ്തകം, ഒരു 700-750 പുസ്തകം കൂടി പോകണം. ഒപ്പം ഇപ്പോൾ ലാൽ മീഡിയയിൽ അതിൻ്റെ ഫൈനൽ വർക്ക് നടക്കുകയാണ്. മിക്കവാറും ഈ മാസം തീരുമ്പോൾ സിനിമ പൂർത്തിയാവും. അത് വിറ്റ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് സിനിമ തീരുള്ളൂ, കാണാനായിട്ട് പറ്റുള്ളൂ. അതെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത ഞാൻ കേട്ടിട്ടുള്ളത് ഐഫോൺ വെച്ചിട്ട് ഫിലിം മുഴുവൻ ഷൂട്ട് ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ആ വർഷത്തെ അതെനിക്കൊരു പ്രചോദനമായത് അതുകൊണ്ട്. ആ വർഷത്തെ മികച്ച സിനിമാറ്റോഗ്രാഫി അതിലൊരു സിനിമക്കായിരുന്നു. അല്ല, സിയുസൂൺ 1, സിയുസൂണിനാണ് ബെസ്റ്റ് എഡിറ്റർ, മഹേഷ് നാരായണനും ബെസ്റ്റ് എഡിറ്റർ. അത് ഐഫോൺ മൂവിയാണ്. ആ സമയം തന്നെ മറ്റേ മഞ്ജു വാര്യരുടെ ഒരു ഫിലിമുണ്ട് കയറ്റം എന്ന് പറഞ്ഞിട്ട്, സനൽകുമാർ ശശിധരൻ്റെ. അപ്പോൾ അതിനാണ് ബെസ്റ്റ് ക്യാമറയും. ആ വർഷത്തെ ബെസ്റ്റ് ക്യാമറയും ബെസ്റ്റ് എഡിറ്റിങ്ങും ഐഫോൺ മൂവിക്കായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ കയറ്റ സിനിമയുടെ ക്യാമറമാനെയാണ് ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്നത്. പുള്ളി തമിഴ്നാട്ടിലൊരു ഫേമസ് ക്യാമറമാനാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ വെറുതെ ക്യാമറ അല്ല യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ അതിൻ്റെ ലെൻസുണ്ട്, ഫിൽറ്ററുകളുണ്ട്, മറ്റു കാര്യങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വരുത്തിച്ചു. അത് ഒറിജിനൽ തന്നെ വരുത്തിച്ച് നമ്മൾ ആപ്പിൾ 13 പ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ക്യാമറ നമ്മൾ യാത്രയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും. നമുക്ക് പല സ്ഥലത്തും അനുവദനീയമായിരിക്കുമല്ലോ വലിയ ക്യാമറ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ കുറച്ച് രീതി എന്ന് വെച്ചാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് രീതി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പോകുന്നതിനൊപ്പം ആ ഒരു തിരക്കിനിടയിലേക്ക് ആർട്ടിസ്റ്റ് പോയാൽ അതിനൊപ്പം നമ്മൾ ക്യാമറയായിട്ട് നമ്മൾ അവരറിയാതെ നമുക്ക് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയിൽ വേഗത്തിലേ നമുക്ക് ഷൂട്ട് ചെയ്യുക. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഐഫോൺ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരുപാട് സിനിമകൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച്, കാരണം ഒരു സിനിമയായിരിക്കുമല്ലോ ഈ സിനിമാ രംഗത്തേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി. അപ്പം നമുക്ക് പ്രചോദനം തന്ന കുറേ മൂവികളുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കുട്ടിക്കാലത്ത് നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം വിട്ടുപോയി. സംഭവം എന്ന് പറയുന്നത് പോസ്റ്റർ ഡിസൈനിങ്ങിലൂടെയാണ് എനിക്ക് സിനിമയോടുള്ളൊരു താല്പര്യം തോന്നി തുടങ്ങിയത്. അപ്പോൾ ഞാൻ പനങ്ങാട് സ്കൂളിൽ വള്ളത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു ചായക്കടയിൽ അന്നൊരു ട്യൂഷൻ, അവിടെ സ്കൂളിൽ ട്യൂഷൻ തരുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ചായക്കടയിൽ കയറി. അപ്പോൾ അന്ന് കൊച്ചുച്ചനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നൊക്കെ അറിയാമല്ലോ സാർ, അപ്പോൾ നമ്മൾ ഈ നാടകത്തിൻ്റെ പോസ്റ്റേഴ്സ് ആയിരിക്കും ചായക്കടകളിൽ മൊത്തം. അതിനിടയിൽ ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം കണ്ടു. ഒരു ബ്ലാക്ക് പേപ്പർ, നമ്മുടെ ഒരു മനോരമയുടെ ഒരു കാലണ്ടറിൻ്റെ വലിപ്പത്തിൽ, അതിനകത്ത് ഞാന എന്ന് പറഞ്ഞൊരു സിനിമ മാഗസിൻ, അതിനകത്ത് കുറേ കട്ടിയുള്ള പേപ്പറുകളുണ്ടാവും, നല്ലൊരു ക്വാളിറ്റി ഉള്ള. അപ്പോൾ അതിൽ അമരം സിനിമ കുറേ മുമ്പ് ഇറങ്ങിയതാണ്. എന്നാലും ചിലപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. പക്ഷേ ആ സിനിമയുടെ അതിൻ്റെ ക്വാളിറ്റിയുള്ള പേപ്പറിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റ്, ഈ മമ്മൂട്ടി, അമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു സായാഹ്ന സമയത്ത്, ഇതുപോലത്തെ ഒരു സമയത്ത് കടലിലേക്ക് വള്ളം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മമ്മൂട്ടിയുടെ പുറം തിരിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് നമ്മുടെ സങ്കല്പം മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ഈ ഒരു ചിത്രം മാത്രം വെട്ടിയെടുത്തിട്ട് ഒരു സായാഹ്നം എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ കളറുണ്ട്, ഒരു ലൈറ്റ് ഒരു യെല്ലോ ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, റെഡ് ഉണ്ടാവും, ഈ വൈറ്റ് ഉണ്ടാവും. ഈ 4 കളറുകൾ ആ ബ്ലാക്ക് ഇതിൽ മിനിമലായിട്ട് യൂസ് ചെയ്തിട്ട് ആ കടലും ആ സൺസെറ്റും ഈ പടം മാത്രം വെച്ചിട്ട് ഇതുപോലെ പനങ്ങാട് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഇതിൽ ക്ലബിൻ്റെ ധനശേഖരാർത്ഥം അമരം സിനിമ ഇത്ര പ്രദർശനം നടത്തുന്നു എന്നുള്ളൊരു പോസ്റ്റർ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സാധനം. അപ്പോൾ ഇത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം, ഇങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കണം. പിന്നീട് സിനിമാ പോസ്റ്ററുകൾ കാണുക, വ്യാഴം വെള്ളി ദിവസങ്ങളിലെ പോസ്റ്ററുകൾ ഇങ്ങനെ കളക്ട് ചെയ്യുക, അതിങ്ങനെ വെട്ടിമുറിച്ച് മാറ്റി വെക്കുക. ഇതിൽ നിന്ന് ഇപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ വെട്ടിയെടുത്ത് വേറെ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് പുതിയൊരു പോസ്റ്റർ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടമുണ്ട്, സിനിമകൾ കാണാനുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇതും അതിനെ ഒരുപാടൊന്ന് സഹായിച്ച ഘടകമാണ്. അങ്ങനെ പോസ്റ്റർ ഡിസൈനിങ്ങിനോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം, അങ്ങനെ സിനിമയോട് ഭയങ്കര ഇഷ്ടം കൂടി വന്നു. അങ്ങനെ സിനിമകൾ കണ്ടു തുടങ്ങിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഈ പ്രിയദർശൻ്റെയൊക്കെ സിനിമകൾ വരുന്നതിന് മുമ്പ് വൈശാലി എന്ന് പറയുന്ന സിനിമ ഭരതൻ, അത് ഒരു ദിവസം എനിക്ക് 3 വട്ടം എനിക്ക് ആ സിനിമ കാണാനുള്ള ഒരു ഇത് കിട്ടി. ഇത് അരുണ തിയേറ്ററിലാണ്. ഒരു അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ, അവരുടെ കൂട്ടുകാർ ഗ്യാങ്, അന്ന് ആ സിനിമ ഇറങ്ങിയ സമയം ബി സെൻറ്ററിലേക്ക് വരുമ്പോൾ എങ്ങനെ ഒരു 4-5 മാസം കഴിയുമല്ലോ, അവർ സിനിമക്ക് പോകുന്നു. അച്ഛൻ അങ്ങനെ നമ്മളെ ഫുൾ ടൈം പഠിപ്പിക്കലെന്ന് പറയുന്ന സമയം അച്ഛനെന്തോ അനുവദിച്ച് അവരുടെ കൂടെ സിനിമയ്ക്ക് പോയിക്കുമെന്ന് പറഞ്ഞു. ഒരു മാറ്റിനി ഷോ പോയിട്ട് വൈശാലി കാണുന്നു. തിരിച്ചു വരുമ്പോഴാണ് വീട്ടുകാർ, അച്ഛൻ, അമ്മ സിനിമക്ക് പോകുന്നു.
ഞാനും അവരുടെ കൂടെ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഷോ തുടങ്ങി, കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം പിന്നെ കയറണ്ടെന്നുള്ള രീതിയിൽ അവർ പുറത്തിരുന്നു. ഹൗസ്ഫുള്ളാണ്, ഒരുവിധ ആളുണ്ട്. അപ്പം ഞാൻ പുറത്ത് നിൽക്കുന്നു, ഡോറ് തുറന്നല്ല കിടക്കുന്നത്. ഈ ചെറിയ ഓല തിയേറ്ററാണ്, ഓല എന്ന് വെച്ചാൽ പനമ്പൊക്കെ വെച്ചിട്ടുള്ള. ഞാൻ വീണ്ടും കുറച്ച് വൈകിയെങ്കിലും ബാക്കിയും കൂടി കാണുന്നു. വീണ്ടും 9 മണിക്കത്തെ ഷോയ്ക്ക് വീണ്ടും കാണും. അങ്ങനെ ഈ വൈശാലിയുടെ ആ ഒരു ക്രാഫ്റ്റ്, അതൊരു ഗംഭീര പടമാണ്. അതെന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു സിനിമയാണ്. പിന്നെ എനിക്ക് ഫ്രെയിമും മറ്റു കാര്യങ്ങളിലും എനിക്ക് എങ്ങനെ സിനിമ ചെയ്യണമെന്നുള്ളത് എൻ്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രിയദർശൻ്റെ. പുള്ളിയുടെ ഫ്രെയിമുകളൊക്കെ ഒരു പ്രത്യേക ഫ്രെയിമുകളാണ്. പുള്ളി വൈഡിലി തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കട്ട്സൊന്നും ഇല്ലാതെ, അതേ പുള്ളിയുടെ ആർട്ടിസ്റ്റുകളുടെ ഗുണം തന്നെ ആയിരിക്കാം, ആ ടൈമിംഗ് ഒക്കെ ആയിരിക്കാം, എന്നാൽ പോലും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു തീമിനെ ഭയങ്കര മനോഹരമായിട്ട് പോയിറ്റിക്കായിട്ട് എടുക്കുന്ന പത്മനാഭ സാറിൻ്റെ പടങ്ങൾ. അപ്പോൾ ഈ സിനിമകളെല്ലാം തന്നെ നമ്മൾ ഒരു സിനിമയായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. സിബി മലയിൽ സാറിൻ്റെ കുറേ പടങ്ങളുണ്ട് ഇമോഷണലായിട്ട് പറയുന്നത്. ഇപ്പോൾ ആക്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഷാജി കൈലാസ് സാറിൻ്റെ കുറേ സിനിമകൾ, അതെങ്ങനെയാണ് നമുക്കത് കണ്ട് ശീലിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് അൾട്ടിമേറ്റ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, നമുക്ക് മറ്റ് ഭാഷകളൊക്കെ പോട്ടെ, നമ്മൾ ഒരുപാട് സിനിമകൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും പ്രിയദർശൻ്റെ പോലത്തൊരു സിനിമ ചെയ്യണമെന്നാണ് ബഹുമാനത്തോടു കൂടി കേട്ടോ ഞാൻ പറയുന്നത്. സാറെന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു മൂവി, ആ ഒരു റേഞ്ചിൽ, അത് നമ്മൾ ടി വിയിൽ കാണുമ്പോൾ പോലും ഭയങ്കര രസമല്ലേ ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു മൂവി, ഒരു എൻ്റർടൈനറായിട്ടുള്ള, അതെൻ്റെ ഒരു ഭയങ്കര ലക്ഷ്യമാണ്. ഭയങ്കര തിയേറ്റർ ഇപ്പോൾ ഫോർ ദ പീപ്പിളൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ സിനിമ കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് അവിടെ ഡാൻസ് ചെയ്ത്, ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അതാണ് ഭയങ്കര ഓളം വെച്ച് തിയേറ്ററിൽ നിന്നും അവർ ആസ്വദിച്ചിറങ്ങി പോകുന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരൊറ്റ പടം, ഒരെണ്ണം ചെയ്താൽ മതി, അതാണ് ആഗ്രഹം. അതായത് ഈ അസുഖമുള്ള ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കാരണം ഒരു പോളിയോ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ അയാളുടെ ലൈഫ് ടൈം ഉണ്ടാവും, ആ കാലിനൊരു പ്രശ്നം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ വളരുന്നതിനൊപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ ഒരു 10-20 വയസ്സിനുള്ളിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട്, ഇത് കുറച്ചുകൂടി ചിലപ്പോൾ ലൈഫ് സ്പാൻ ഉണ്ടാവും, അതിന് തീരും. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ നമ്മളുടെ ആ സ്വപ്നത്തിലേക്ക് എത്തുക. ഓരോ സ്വപ്നം, ഇപ്പോൾ നേരത്തെ ഫാദർ പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തുന്നില്ല, അടുത്തത് അപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാണ്, ഇനി ഞാൻ അത് ചെയ്യണം, അത് കഴിയുമ്പോൾ അടുത്തത്. അങ്ങനെ നമ്മൾ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെയാണ് മുന്നോട്ടുള്ള സംഭവം? മുന്നോട്ടുള്ളത് 1-2 തീമുകളുണ്ട്. എനിക്ക് ഒരു കൊമേഴ്സ്യൽ ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് രണ്ടും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സിനിമകളാണ്. എനിക്ക് ഇതുപോലൊരു പ്രൊഡക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സിനിമ ചെയ്യണമെന്നുണ്ട്. അതിനു മുമ്പ് വേറൊരു കഥ കൂടിയുണ്ട്. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിച്ചിരുന്നതാണ്. എനിക്ക് അവിടുത്തെ ഓരോ മുക്കും മൂലം അറിയാം. ഇപ്പോൾ ഫാദർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്പുകൾ കാണും, അതല്ലാതെ മുകളിൽ ചെല്ലാൻ പല സ്റ്റെപ്പുകൾ ഹൈഡായിട്ടുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ആരും കാണണ്ടെന്നുള്ള രീതിയിൽ ഞാനും കൂട്ടുകാരും കൂടി ഇച്ചിരി സമയം എടുത്ത് പതിയെ ഇപ്പൊക്കെ നടക്കാൻ പറ്റുന്ന സമയത്ത് അങ്ങനെ കയറിയാൽ മതിയെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റെപ്പുകൾ വേറെ സ്ഥലങ്ങളിലുണ്ട്. അത് അങ്ങനത്തെ നിർമ്മാണമാണ്. അപ്പോൾ അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടർ, എനിക്കൊരു അവാർഡ് കിട്ടി ഇവരുടെ കോളേജിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു വലിയ ഡയറക്ടർ എന്നോട് ഭയങ്കര പ്രോത്സാഹനം, നമ്മളെപ്പോഴും ഉണ്ടാവും, എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മഹാരാജാസിൽ വെച്ചിട്ട് പുള്ളിയുടെ ഒരു സിനിമ വരും. അതിൻ്റെ തലേന്ന് വരെ ഞാൻ വേറൊരു ആവശ്യത്തിന് പുള്ളിനെ വിളിച്ചിരുന്നു, ഒരു കൂട്ടുകാരൻ്റെ ഒരു കാര്യം ചോദിച്ചിട്ട്. അതിന് വരെ ആൻസർ പറഞ്ഞ ആൾ, സാർ ഞാനൊരു 2 ദിവസം ഒന്ന് വന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല. ഞാൻ ഒരു ശല്യം ഉണ്ടാവില്ല, ഞാൻ മാറി, എനിക്കൊന്ന് സെറ്റൊന്ന് കാണാനാണ്, എങ്ങനെയാണ് ഒരു ലൊക്കേഷൻ പോകുന്നത്, ഒരു മറുപടിയില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇനി ആരോടും ചോദിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, ഒരു പ്രൊഡ്യൂസറെ ആക്കി നമ്മുടെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ്യലായിട്ടുള്ളൊരു സിനിമ ചെയ്യുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമ അല്ലാത്തൊരു ഡ്രീമുണ്ട്, നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത, ഇതെനിക്ക് പറ്റുമോയെന്നറിയില്ല, മനസ്സിലുള്ളതാണ് ഒരു സ്ഥാപനം. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് ഏറ്റവും കുറഞ്ഞൊരു 4-5 പേരെങ്കിലും ചേർത്ത് വെച്ചിട്ട് ഒരു സ്ഥാപനം, അതും എൻ്റെ മനസ്സിലുണ്ട്. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു പകൽ വീട് പോലെ കുറച്ച് അപ്പൂപ്പന്മാരും ഉണ്ടാവണം, ഒരു LKG UKG ചെറിയ കുട്ടികളുടെ നഴ്സറി പോലത്തെ, അപ്പോൾ ഒരു തലമുറകളുടെ ഒരു സംഗമം പോലത്തെ ഒരു സ്പേസ്. അപ്പോൾ ഇൻഷ എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന സിനിമ. അപ്പോൾ സാർ ആ സിനിമ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ കഥയുണ്ട്. പ്രത്യേകിച്ച് കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തതിന് ശേഷമാണ് ഇൻഷ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. അതെ. അപ്പോൾ അതുപോലെ തന്നെ ആ സിനിമയിൽ ഇങ്ങനെ വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി കടൽ കാണാനുള്ള ആഗ്രഹത്തെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച്, ഇൻഷ വരെയുള്ള എത്തിയ ഒരു യാത്രയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സിനിമയുടെ പിന്നിലുള്ള ആ ഒരു ഇൻസ്പിറേഷനെ കുറിച്ച് ഒന്ന്. ഇൻഷ നമ്മുടെ ആദ്യ ഫീച്ചർ ഫിലിം
അപ്പോൾ അതിൽ ഞാൻ ആ തീം പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് കയറിയിട്ട് ഞാൻ അതിൻ്റെ ഒരു സെൻസറിങ് നടന്ന സമയത്തൊരു കഥ പറയാം. അതായത് ഈ സിനിമയുടെ സെൻസറിങ്ങിന് തിരുവനന്തപുരത്ത് ട്രാവൻകൂർ മാളിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഗുരു സിനിമയിലെ നായിക, അതുപോലെ തന്നെ നമ്മുടെ MG ശ്രീകുമാർ സാറിൻ്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫ്, അങ്ങനെ കുറച്ച് ഒരു 6-7 പേരാണ് ടീം മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ പലരും സിനിമ കണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പോലെ. അപ്പോൾ ഒരു ഡിം ലൈറ്റ് മാത്രമേ ആ തിയേറ്ററിലുള്ളൂ, അധികം വെളിച്ചമില്ല, നമുക്ക് പരസ്പരം ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നടക്ക് ഒരു ബാൽക്കണി പോലത്തെ തിയേറ്റർ, അത് ലാസ്റ്റ് താഴെ തൊട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ആണ് സീറ്റുകൾ പോകുന്നത്. അപ്പോൾ MG രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫ് ഇരിക്കുന്നത് ഒരു 7ാമത്തെയോ മറ്റേ റോയിലാണ്. അപ്പോൾ സെൻട്രലി വഴി കാണിക്കാനായിട്ടൊരു യെല്ലോ കളർ ലൈറ്റ് ഇടുമല്ലോ സീറ്റിൻ്റെ താഴെ. അപ്പോൾ ഈ ലൈറ്റ് കാണാം. അപ്പോൾ ഞാൻ സ്ക്രീനിൻ്റെ നേരെ ഫ്രണ്ടിൽ ഏറ്റവും താഴെയാണ്. അപ്പോൾ എന്നോട് ആരും അങ്ങനെ ചോദ്യം ചോദിക്കുന്നില്ല. നമ്മൾ സൈൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മാഡം ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ സാർ ചോദിച്ചു, ഫാദർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ ഒരു കഥയിലേക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡത്തിൻ്റെ തൊട്ട് താഴെയുള്ള മഞ്ഞ കളർ ലൈറ്റ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുവാണ്, എനിക്ക് ആ ലൈറ്റിനടുത്തേക്കൊന്ന് വരണം, കാരണം എൻ്റെ മുമ്പോട്ട് 7 സ്റ്റെപ്പുണ്ട്, ആ 7 സ്റ്റെപ്പിൻ്റെ മേളിലാണ് മാം ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ലൈറ്റിനടുത്തേക്കൊന്ന് എനിക്ക് ഈ വീൽ ചെയറിലിരിക്കുന്നു, അപ്പോൾ എനിക്ക് അങ്ങോട്ടൊന്ന് എത്തണം. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ച ചോദ്യം ഞാൻ സൊസൈറ്റിയോടാണ് ചോദിക്കുന്നത്. സൊസൈറ്റി എന്നോട് പറയുന്ന, അല്ലെ അവിടെ നിൽക്കുന്ന മാമിന് പകരമുള്ള ഒരാൾ പറയുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്ന, എടാ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നീ ആ ദൂരെ നിന്ന് കാണുമ്പോൾ കാണുന്ന ലൈറ്റ് അതിന് ഒരു കൗതുകകരമായിട്ട് വേറെ ഒന്നും അതിനകത്തില്ല, ഒരു സാധാരണ ലൈറ്റ് മാത്രമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് മാമിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റൊരാളുടെ എക്സ്പീരിയൻസ് അല്ലേ, ഞാനത് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്നെ ഒന്ന് കാണിച്ചു തരുമോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കഴിയുമെങ്കിൽ എന്നെ ലൈറ്റിനടുത്തേക്ക് എത്തിക്കുക. ഇതാണ് ഇൻഷയിൽ പറഞ്ഞത്. ആ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇൻഷ എന്നാണ് പെൺകുട്ടിയുടെ പേര്, അവൾക്ക് കടൽ കാണണം. അവളൊരു ദ്വീപിലാണ് താമസിക്കുന്നത്. ആ ദ്വീപിൽ നിന്നൊരു ബണ്ട് പോലെ ഒരു ചിറ കടന്നാണ് ടൗണിലേക്ക് വരുന്നത്. ടൗണിൻ്റെ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കടൽ കാണാം. പക്ഷേ അവളുടെ മാമ ഇത്തിരി പ്രശ്നമാണ്. ആ മാമയുടെ ജീവിത സാഹചര്യങ്ങളാണ് പുള്ളിനെ റഫാക്കിയത്. ഇവിടെ പുറത്തേക്കൊന്നും വിടില്ല. ഇവർക്ക് 2 കൂട്ടുകാരുണ്ട്, അവളുടെ സമപ്രായക്കാരായ 3 കൂട്ടുകാർ. ആ 3 കൂട്ടുകാർ ഇവളെ കടൽ കാണിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നു. കുടുംബം, വീട്ടുകാർ, നാട്ടുകാർ ആരും അറിയാതെ അതെല്ലാം പരാജയപ്പെടുന്നു. ലാസ്റ്റ് അവൾ തനിയെ കടൽ കാണുന്നതാണ് ഇൻഷയുടെ തീം. അപ്പോൾ അതിനകത്ത് അതാണ്, നമുക്ക് അവളുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിക്കാനായിരുന്നു നമ്മൾ സൊസൈറ്റി ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അവിടെ ഈ വൈയായിക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വയനാട് നടന്നൊരു ദുരന്തം, അതിനകത്ത് അവിടെ ഒരു ശ്രുതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവൾക്ക് ആ ദുരന്തത്തിന് മുമ്പ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ആ ദുരന്തം കഴിഞ്ഞപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ. അതേപോലെ ഒറ്റപ്പെട്ടു പോകുന്നത്, സാമ്പത്തികമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നത്, എല്ലാവർക്കും നമ്മൾ കഴിയുമെങ്കിൽ സൊസൈറ്റി ഒരു കൈത്താങ് ആയി മാറുക. അവർക്കും സ്വപ്നങ്ങളുണ്ട്, അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ എൻ്റെ സ്വപ്നം മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നപ്പോഴാണ് എനിക്കും ആ സിനിമയിലേക്ക് എത്താൻ പറ്റത്. ഇപ്പോൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടും നമ്മളിതുപോലെ തന്നെ പെയിൻറ്റിങ്സ് വരക്കുമ്പോൾ അത് വാങ്ങുന്നു, ബുക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് വാങ്ങുന്നു. കാരണം എനിക്കൊരു പ്രൊഡ്യൂസറെ നോക്കിയിരുന്ന്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വന്നാൽ പോലും ഇയാളത് തീർക്കുമോ. ഇപ്പം ഞാനൊരു നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, 3 സൊസൈറ്റിക്ക് മൊത്തം വീൽ ചെയറിലിരിക്കുന്ന, വയ്യാതിരിക്കുന്ന ഇവരെ കൊണ്ടൊക്കെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതിയുടെ അടുത്ത് ഞാൻ ചെന്നിട്ട് ഇത്ര ലക്ഷം രൂപ എനിക്ക് സിനിമയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, എൻ്റെ വർക്കിന് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, പലതരത്തിലുള്ള കൈകടത്തലുകൾ ഉണ്ടാകും. ഞാൻ കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അന്ന് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയും. ഞാൻ സ്വന്തമായിട്ടൊരു ഫണ്ട് കണ്ടെത്തുമ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള പോലെ എനിക്ക് ആ മൂവി തീർക്കാം, ഇഷ്ടമുള്ള ഏരിയകളിൽ എനിക്കത് ചെയ്യാം, എനിക്കിഷ്ടമുള്ള രീതിയിൽ പ്രദർശിപ്പിക്കാം. ഇപ്പോൾ വേറൊരാളാണെന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് കോളേജുകളിലൊന്നും പോയി അങ്ങനെ പ്രദർശിപ്പിച്ചത് അങ്ങനെ വേണ്ട. കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളെ മൊത്തം സിനിമ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ, സ്കൂളുകളിലാണെങ്കിലും അമ്പലപ്പറമ്പുകളിലാണെങ്കിലും പല സ്ഥലത്ത്, കോളേജുകളിൽ പല സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പുള്ളിനെ പ്രൊമോട്ട് ചെയ്യേണ്ട സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് കരുതുന്നു. അപ്പോൾ അയിൻഷയിലൂടെ പറഞ്ഞ സംഭവം കുറേയൊക്കെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഒരു പത്രപ്രവർത്തക, ഒരു ലേഡി ചോദിച്ചത്, ഇത് 100 നിങ്ങൾ തന്നെ വരച്ചതാണോ? വേറൊരാൾ, നോർമലായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ആര്യനാണെങ്കിൽ ചോദിക്കുമോ? ആ ചോദ്യം ഉണ്ടാവില്ല. അത് ഞാനായതുകൊണ്ട് ഈ 100, അതായത് അവരുടെ ഒരു കൺസെപ്റ്റ്, ഇങ്ങനെയുള്ള ആൾക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അവരുടെ ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ട് 2, 3 അല്ലെങ്കിൽ കൂടി വന്നാൽ 10, ഇത് 100 ഇയാളായിരിക്കില്ല എന്നുള്ള ചിന്ത. ഇനി ഞാൻ സിനിമ തുടങ്ങി ഒരു 2, 3 നമ്മുടെ വാർത്തകളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മളെപ്പോലെ അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചത്, നീ വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് വഴിയാണോ സെറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. അതായത് വീട്ടിൽ മോണിറ്ററുമായിട്ട് ഇരുന്നിട്ട് ഞാൻ സെറ്റിൽ പോകുന്നില്ല. അപ്പോൾ ആളുകളുടെ ധാരണ അതാണ്. ഈ ധാരണ പൊളിയുന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ,
അല്ലെങ്കിൽ ഞാനത് പൊളിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ പിന്നെ ഈ വർക്കുകൾ കഴിഞ്ഞ് ഇൻഷയും കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് എന്നെ മലയാളത്തിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ളൊരു പത്രത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു. സിജു എന്താണ് അടുത്ത പരിപാടി? ഞാൻ പറഞ്ഞു ഇങ്ങനെ ധനുഷ്കോടി തൊട്ട് കാശ്മീർ വരെ പോയിട്ടൊരു സിനിമ ചെയ്യാനാണ്. തൊട്ടടുത്ത സെൻറ്റൻസാണ്, ഇത് ഞങ്ങളുടെ പത്രത്തിൽ വരുന്നതിന് മുമ്പ് വേറൊരു പത്രത്തിൽ വരരുതെന്ന്. അവിടെ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഈ സമൂഹത്തിലെ എല്ലാവരും അവിടെ വിജയിച്ചു ആ ഒരു സെൻറ്റൻസ്. കാരണം അവർക്ക് വിശ്വാസമായി, ഞാനത് അങ്ങനെ പറഞ്ഞാൽ ഞാനത് ചെയ്യുമെന്നുള്ള അവർക്ക് ബോധ്യമായി. അവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് 9 വർഷം എടുക്കേണ്ടി വന്നു. ഈ 2012 തൊട്ട് തുടങ്ങിയ 19 വരെ, 19 കഴിഞ്ഞു. അപ്പോൾ ഇൻഷയും കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. അത്രയും സമയം വേണ്ടി വന്നു എനിക്ക് അവരെ ബോധ്യപ്പെടുത്താനായിട്ട്. അതിനു മുമ്പ് അവർക്ക് സംശയമാണ്, ഇവൻ ചെയ്യൂ. പക്ഷെ ഞാൻ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം, ഞാൻ മീഡിയാസിനോട് എൻ്റെ ചിന്തകൾ ഞാൻ ഇങ്ങനെ പറയും. ഇപ്പം മീഡിയ അടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്തിന് അടുത്തത് ഞാൻ ഇതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവർ വലിയ പത്രങ്ങളാണ്, ഇവരിത് എൻ്റെ കാര്യം ഇവർ സൊസൈറ്റിയുടെ മുമ്പിലേക്ക് കൊടുത്താൽ അവർക്കൊരു ക്രെഡിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കണം. അപ്പം ഞാൻ അതിനെ പ്രധാനമായിട്ട് കണ്ട് ഞാൻ ആ വർക്കിലേക്ക് ഇറങ്ങും, അത് കംപ്ലീറ്റ് ആകും. അത് കഴിയുമ്പോൾ അടുത്ത ചോദ്യം വരും, ഇനി എന്താണ് പരിപാടി? അപ്പോൾ ഇന്ന പോലൊരു വർക്കാണ്, അതും ചെയ്യും. അപ്പോൾ അതിനെ ഞാനൊരു ടാർഗറ്റാക്കി എടുക്കും. അവരോട് പറഞ്ഞതല്ലേ, അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സിൽ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ഹാബിറ്റിനെ വീണ്ടും അത് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഒന്നിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾവേസ് എപ്പോഴും അടുത്ത വർക്കിലേക്ക് നമ്മൾ ഒരു പാലം ഇട്ടുകൊണ്ടാണ് ഒരെണ്ണം തീർക്കുന്നത്. നമ്മളെ തന്നെ കമ്പൽ ചെയ്യിക്കുന്നു, നമ്മളെ തന്നെ ഒരു പ്രഷറിലാക്കുന്നു. സോ ദാറ്റ് വി ആർ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു അതിജീവനം കൂടിയാണ്. ഇപ്പോൾ സാധാരണ ഒരുപാട് പേരെ പരിചയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വയ്യാതെയൊക്കെ ഇരിക്കുന്ന ഇവരുടെയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം വയ്യായികയായിരിക്കും അവിടെ പറയുന്നത്. കാരണം നമുക്ക് അവരുടെ വയ്യായിക അറിയാതെ, ഇപ്പം ഇവരുടെ കോളേജിൽ SH കോളേജിൽ ഇവരിപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് പേരിട്ടത് നമ്മളുടെ പരിപാടിയുടെ പേരായിരുന്നു, ഗോഡ്സ് ഓൺ വിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കൂട്ടുകാരും കൂടി ചേർന്ന് 3 പേര്, അതായത് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് വീട്ടിലിരിക്കേണ്ടി വരുന്ന SMA പേഷ്യൻസിനെ നമുക്ക് പുറത്തിറക്കണം. ആ രീതിയിൽ 3 പേർക്ക് പവർ വീൽ ചെയർ നമ്മൾ കൊടുത്തായിരുന്നു 3 വർഷങ്ങളിലായിട്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ പുതിയ തലമുറ, അതിപ്പം നമ്മുടെ ടീനേജ് കുട്ടികളാണെങ്കിലും യൂത്ത് ആണെങ്കിലും, ഒരു പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞു, ഒരു തലവേദന വന്നു, പെട്ടെന്ന് അവർ അപ്സെറ്റ് ആവും. ചെറിയ ടെൻഷൻ മതി കുട്ടികൾ പെട്ടെന്ന് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ കൗൺസിലിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലോകത്ത് വ്യത്യസ്തമായിട്ട് കുറവുകളെ, പരിമിതികളെ, വേദനകളെ അതിജീവിച്ചിട്ടാണ് ഇത്രയും സിനിമകൾ ചെയ്തു, അതുപോലെ തന്നെ ഡോക്ടറാണ്, കരിയർ ബിൽഡ് ചെയ്തു. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ യുവത്വത്തോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അവരോട് പറയുന്നത്, അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളിലേക്ക് ഒന്ന് നോക്കുക. ഞങ്ങളുടെ ലൈഫ് ഇപ്പോൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തവരല്ല, വയ്യാത്തവരെയും അതുപോലെ അവരുടെ സമൂഹത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന അങ്ങനത്തെ ആളുകളിലേക്ക് ഒന്ന് പരിചയപ്പെടാൻ അവർക്കൊരു അവസരം കിട്ടിയാൽ അവർക്ക് ആ ജീവിതം എന്താണെന്നും ഈ നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെ അവർക്കൊരു ബോധ്യം വരും. ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും നഷ്ടപ്പെടുത്തിയ നല്ല സമയത്തെപ്പറ്റി അവർ ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ആ ഒരു ഏജൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ബെറ്റർ ആക്കായിരുന്നു, കുറേ കൂടി കാര്യങ്ങൾ ചെയ്യായിരുന്നു. നമ്മൾ ഇത്രയും ധൃതി പിടിച്ച് ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കാരണം നമ്മൾ കുറേ സ്വപ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അവർക്ക് വരും. അവരെയൊക്കെ അതൊക്കെ തിരുത്തി അവരൊരു ഭയങ്കര ഒരു പണിഷ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഇതിലേക്കൊക്കെ പോകാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് നല്ല കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് കുട്ടിക്കാലം തൊട്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവരിലേക്ക് പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും നമ്മൾ ഈ പഠന ഭാഗങ്ങളെ പഠിച്ചുകൊണ്ട് വരിക, അതിനേക്കാൾ ഉപരി കുറേ ടാസ്കുകൾ അവരെ കൊടുത്ത് അവരെ കൊണ്ട് തന്നെയൊക്കെ ചെയ്യിച്ച് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർ ആ ഫീൽഡിലേക്ക് പതിയെ പതിയെ കൊണ്ടുവന്ന് അതിനെ ആയിരിക്കണം അവരുടെ ഒരു ലഹരി എന്ന് പറയുന്നത്. അവരിഷ്ടപ്പെടുന്ന ഫീൽഡായിരിക്കണം അവരുടെ ലഹരി. ആ ലഹരിയിലേക്ക് അവരെ കൊണ്ടുവരുന്ന അതിലേ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഒരുപാട് ടാസ്ക്കാണ്. ഒരുപാട് പേര് ഒരുപാട് സമയം ചിന്തിച്ച് അത് കുറേ നാളാകും ചിലപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് അതിലേക്കൊക്കെ പോകാനായിട്ട്. പറയുന്നത് അവർ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പഠിച്ച് നിങ്ങൾ കുറേ പൈസ സമ്പാദിക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മണി മൈൻഡഡ് ഒന്നും ആകണ്ട. നിങ്ങൾ സൊസൈറ്റിക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ,
ഒരുപാട് ഇങ്ങനെ വയ്യാത്ത അവരും കുറേ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുന്നവരൊക്കെയുണ്ട്. അവരുടെ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ഈ യൂത്തിന് പറ്റണം. അവരുടെ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാനും ഒപ്പം ഇവർക്കും അതൊരു അച്ചീവ്മെൻ്റാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അതിനൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റട്ടെ. ഇപ്പോൾ ഞാൻ പാർലമെൻറ്റിലെ രാജഗോപാൽ സാറൊക്കെ എനിക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ രാജഗോപാൽ സാറാണ് പറഞ്ഞിട്ട് ഈ സൊസൈറ്റിയിൽ നമ്മളൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കേണ്ടവരാണ് ഈ സൊസൈറ്റിയിലുള്ളവർ. നിനക്കൊരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ നീ ധൈര്യമായിട്ട് ചോദിക്കണം. എല്ലാവരോടും പറയുന്നതാണ്. നമുക്ക് ഒരു പ്രശ്നമുള്ളത് നമുക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാതിരിക്കുന്ന എന്തിന്? നമ്മളൊരു സമൂഹ ജീവിയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നമ്മുടെ ഒരു സഹായം അയാൾക്കും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നമുക്ക് അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ മാറ്റിവെച്ചുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ സ്വന്തം സ്വപ്നത്തിലേക്കും ഇതുപോലെ ഓരം ചേർന്ന് പോയിട്ടുള്ള ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും വേണ്ടിയിട്ട് അവരുടെ ആ ഒരു നല്ല സമയം അവർ വിനിയോഗിക്കണമെന്നാണ് എനിക്ക് യൂത്തിനോട് പറയാനുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? അഹം സിനിമയിലെ നിറങ്ങളെ പാടൂ, രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് പാടാൻ പറ്റുമോ? അയ്യോ അല്ല, നിറങ്ങളെ പാടൂ ആ പാട്ടാണ് പെട്ടെന്ന്. കുറേ സിനിമകൾ പാട്ടുകൾ വന്നെങ്കിലും മനസ്സിലേക്ക് ഒരു പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പാട്ടാണ്. അധികം കേട്ടിട്ടില്ല ഞാൻ. നല്ല പാട്ടാണ്, ഭയങ്കര രസമാണ്. പക്ഷെ ഒരു സംഭവം തുടങ്ങുമ്പോൾ ഒരു ഉപബോധ മനസ്സെന്ന് നമ്മൾ പറയൂലേ, അത് വർക്കാവും. നമ്മളോട് പറയും അത് നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോൾ മുന്നേ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ പോലും അത് പറ്റുമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ഞാനിപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 15 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ? ഞാൻ ഇൻഷയ്ക്ക് വേണ്ടി ഒരു 15 ലക്ഷം രൂപ അത് ഉണ്ടായിട്ടാണോ? ഈ 15 കൂടി ചേർത്ത് വെച്ചാൽ 30 ലക്ഷം രൂപ എൻ്റെ കയ്യിലിരിക്കലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരാവശ്യം, നമുക്ക് അങ്ങനെ ഒരു ആവശ്യം നമ്മുടെ മുന്നിൽ നിന്ന് നമുക്ക് ആ എയിമിലേക്ക് എത്താനായിട്ട് അത് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അങ്ങോട്ട് എത്തി. എൻ്റെ മനസ്സിൽ അതിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായില്ല, പക്ഷേ അറിയാം അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ആ സ്ഥാപനം തുടങ്ങാനും പറ്റും. കാരണം അത് ഞാൻ പോലും അറിയാതെ ഉള്ളിൽ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ഹോളുകളിലൊക്കെ ഈ ബാക്ക് ഡ്രോപ്പ് സംഭവങ്ങൾ തെർമോക്കോളിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. മാരേസിൽ നിന്ന് കിട്ടിയ ചെറിയ അറിവ് വെച്ചിട്ടാണ്. ഞാൻ അതിൻ്റെ ഏകദേശം വമ്പൻ ഇത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നക്കാരനല്ലാത്ത അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ, ഞാൻ ഇന്നത് പറഞ്ഞാൽ ഇന്ന സ്പോട്ടിൽ കൊണ്ട് കറക്റ്റായിട്ട് വെക്കും എന്നുള്ള 2-3 പേരെ കൂടെ നിർത്തിക്കൊണ്ട് സംഭവം എല്ലാം റെഡിയാക്കിയിട്ട് അവരങ്ങോട്ട് കൊടുക്കും. നിങ്ങൾ ഇന്ന പോലെ വെച്ചോ, നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഒരുപാട് അവിടുത്തെ മെയിൻ സ്റ്റേജിലെല്ലാം തിരുവനന്തപുരത്തെ ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സെനറ്റ് ഹോൾ അടക്കം ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ കോളേജിലും ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഈ സെൻഡ് ഓഫ് അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ. ജീവിതത്തിൽ നേരിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ കുറിച്ച് അവാർഡുകളോ അങ്ങനെയുള്ള? മെയിനായിട്ട് ഇതാണ് IDSFKയുടെ 2 സെലക്ഷൻ. അത് ഒരു തവണയൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട്. 2 തവണ സെലക്ഷൻ കിട്ടിയത് ഒരു കാര്യം. അതുകൊണ്ട് വേറൊരു സംഭവം, അതിനായിരിക്കാം ചിലപ്പോൾ കുറച്ചുകൂടി നേട്ടമെന്ന് പറയാവുന്നത്. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ 2015 ചെല്ലുമ്പോൾ കൈരളി തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു 10-12 സ്റ്റെപ്പുകളുണ്ട്. 2 സെക്ഷനായിട്ട് ഒരു 15 സ്റ്റെപ്പ് കാണും. കുത്തനെയാണ് ഈ സ്റ്റെപ്പ്. എന്നെ ഈ ചെയർ അടക്കം കൂട്ടുകാരെടുത്ത് കയറ്റി. നമുക്കവിടെ ഇതിൻ്റെ നമുക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരാണ് നമ്മുടെ താമസം, ഹോട്ടൽ എല്ലാം നോക്കുന്നത് 4 ദിവസം ഈ ഫെസ്റ്റിവൽ തീരുന്നവർ. അപ്പോൾ ഈ പൊക്കി കയറ്റുന്നു, ഇടയ്ക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആ സ്റ്റെപ്പ് കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഈ 2015 സെലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ടയർഡായി, ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് നല്ല വെയിറ്റായി സംഭവം, എന്നെ അടക്കമാണ് കയറ്റുന്നത്. ഈ താമസ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ. ഞാൻ 2017 സെലക്ഷൻ കിട്ടിയപ്പോൾ വീണ്ടും ഞാനൊരു അപേക്ഷയായിട്ട് വെച്ചു. കാരണം ഇനി ഒരു റാമ്പ് ഏതെങ്കിലും ഒരു മൂലക്ക് മതി എനിക്ക് അതിനകത്തേക്ക് കയറാം. കാരണം തിയേറ്ററിലേക്ക് കയറാൻ പറ്റും, നമുക്ക് മുകളിലേക്കാണ് കയറാൻ പറ്റാത്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും കയറാവുന്ന രീതിയിൽ ഫ്രണ്ടിൽ ടെമ്പററി റാമ്പ് സെറ്റ് ചെയ്തു. ടെമ്പററി റാമ്പ് സെറ്റ് ചെയ്തിട്ട് വരുന്ന ഡെലിഗേറ്റ്സ്, അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവലിൻ്റെ കാഴ്ചക്കാരും ഗസ്റ്റുകളും എല്ലാവരും അതിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ താഴേക്ക് പോകാം, കയറി വരാം. അന്ന് അതിൻ്റെ ചെയർമാനായിരുന്ന KSMTCയുടെ ചരിത്ര അക്കാദമിയുടെ മെയിൻ കമൽ സാറായിരുന്നു. അപ്പോൾ ചാനലുകളുടെ മുമ്പിൽ പുള്ളി പ്രഖ്യാപനം നടത്തി, ഇനി മുതൽ എല്ലാ ഫിലിം ഫെസ്റ്റിവലും IDSFK അടക്കം IFFK അടക്കം എല്ലാ ഫെസ്റ്റിവലിനും റാമ്പ് ഉണ്ടായിരിക്കുന്നു. ഇനി അതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2017 കഴിഞ്ഞിട്ട് 3-4 കൊല്ലം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഈ കഴിഞ്ഞ IFFK വന്നപ്പോൾ എന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് തിരുവനന്തപുരം വരെ വരാമോ, കാരണം അവിടെ പെർമനൻറ്റ് റാമ്പ് വന്നു.
അപ്പോൾ ഞാൻ അന്നേരം വേറൊരു പരിപാടിയായിട്ട് ഇച്ചിരി തിരക്കായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. വീണ്ടും അത് IFFK ഐഡിയസ് ഇത്തവണ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ചെന്നപ്പോൾ നല്ല ഉഗ്ര റാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് സൈഡിലൊരു സ്പേസ് ഉണ്ട്. അവിടുത്തെ ഗ്ലാസ്സൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഭയങ്കര ചെറിയ രീതിയിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒരാളുടെ ഹെൽപ്പില്ലാതെ കയറി പോകാൻ പറ്റുന്ന രീതിയിൽ പെർമനൻ്റ് ആയിട്ട്. അപ്പോൾ അതിനൊരു മുൻകൈ ആ ഒരു അപേക്ഷയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റേ നേട്ടത്തിനേക്കാൾ വലിയ നേട്ടമായിട്ട്. കാരണം എന്ന് വെച്ചാൽ അത് റിപ്പോർട്ടർ ചാനലിന് അവരെവിടെ നിന്നൊക്കെയോ ന്യൂസ് കിട്ടിയല്ലോ, ഞാൻ കാരണമാണ് അവിടെ ആ ചാനൽ ആ ഒരു റാമ്പ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ആദ്യം വരുന്നതും. അപ്പോൾ അവരത് അറിഞ്ഞിട്ടാണല്ലോ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ അത് ഒരു പേഴ്സണലായിട്ടുള്ളൊരു നേട്ടമായിട്ട് കരുതും. പരിമിതികളെ അതിജീവിച്ച് ഒത്തിരി വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ശ്രീചേട്ടൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഡോക്ടർ സിജു വിജയൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിൽ കരസ്ഥമാക്കിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിൽ കരസ്ഥമാക്കിയിട്ടുള്ള നേട്ടങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടങ്ങളെക്കുറിച്ച് കേട്ടു. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആവേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് വലിയൊരു നാഴികക്കല്ലായി മാറേണ്ടതാണ്. അപ്പോൾ ജീവിതത്തെ എങ്ങനെ സന്തോഷമായിട്ട് കാണണമെന്നും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ അതിജീവിച്ച് എങ്ങനെ വിജയങ്ങൾ സ്വന്തമാക്കാമെന്നും നമ്മളെ പഠിപ്പിച്ച ഈ മനുഷ്യനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാം, വായിക്കാം, ആ സിനിമകൾ കാണാം. തീർച്ചയായിട്ടും ഇദ്ദേഹത്തോടൊപ്പം നമുക്കും വളരാം, ജീവിതത്തിൽ ലോകത്തിന് പ്രകാശമായിട്ട് മാറാം.